73-74 ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം രാജ്യത്ത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമസഭകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകളിൽ, ഇപ്പോൾ ഉദാഹരണം കോർപ്പറേഷൻ എടുത്താൽ 100 വാർഡുകളുണ്ട്, അവിടെ വാർഡ് സഭകളുണ്ട്, നഗരസഭ പോലുള്ള വാർഡ് സഭകളുണ്ട്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് എടുത്താൽ 10 മുതൽ 20 വാർഡുകളെയാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുക. ആ ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലെയും അംഗങ്ങൾ 10,000-5,000 വരുന്ന വീടുകളെ ചേർത്ത് 10, 300, 500 വീടുകളെ ചേർത്തുകൊണ്ടൊരു വാർഡ്, അങ്ങനെ 10,000-5,000 കുടുംബങ്ങൾ ചേരുന്ന ഒരു പഞ്ചായത്ത്, ഇങ്ങനെ വാർഡുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ ഇതാണ് ഇതിൻ്റെ ഘടന. അതിൽ വടക്കേ ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവിടുത്തെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ മഹാപഞ്ചായത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗോത്ര മൂപ്പന്മാർ അവരായിരിക്കും കൂടുതൽ, അല്ലാതെ ഗവൺമെൻറ്റിനൊന്നും വലിയ റോളില്ല അവിടെ. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ജില്ലകളാണ്, നക്സലൈറ്റ് ബാരികൾക്ക് വലിയ സ്വാധീനമുള്ള ജില്ലകളാണ് ഈ ഛത്തീസ്ഗഡിലെയും അതുപോലെ തന്നെ ജാർഖണ്ഡിലെയും ഒക്കെ ഈ പറയുന്ന പ്രശ്നബാധിത പ്രദേശങ്ങളെന്ന് നാം വിലയിരുത്തുന്ന സ്ഥലങ്ങൾ. അവിടെയെല്ലാം മഹാഭൂരിപക്ഷം ആദിവാസികളാണ്, ദളിതന്മാരാണ്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരാണ്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പലപ്പോഴും ഗ്രാമസഭകളാണ്, മഹാപഞ്ചായത്തുകളാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ചെറിയ ഊരുകൂട്ടം. നമ്മുടെ നാട്ടിലേക്ക് ആദിവാസി മൂപ്പനെ വെച്ചുകൊണ്ട് കൂടുന്ന ഊരുകൂട്ടങ്ങൾ പോലെ ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ഗ്രാമസഭകളുണ്ട് അവിടെ. അതിൻ്റെ വലിയ സഭയുടെ പേരാണ് മഹാപഞ്ചായത്ത്. മഹാപഞ്ചായത്തിൻ്റെ ഒരു അധികാരി കാണും. ആ അധികാരിയുടെ വാക്ക് അവസാന വാക്കായിരിക്കും. അദ്ദേഹം ഒരു ഉത്തരവിട്ടാൽ, അത് ഏതെങ്കിലും ഒരു അനാശാസ്യ പ്രവർത്തനം പിടിച്ചാൽ, മദ്യപാനം പിടിച്ചാൽ, വ്യഭിചാരം, ബലാത്സംഗം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങളുണ്ടല്ലോ മനുഷ്യർ ചെയ്യുന്നത്. ഈ കുറ്റങ്ങൾക്ക് മഹാപഞ്ചായത്ത് കൂടി ശിക്ഷ വിധിച്ചാൽ അത് കഠിനമായ ശിക്ഷയായിരിക്കും. അങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ള അതികഠിനമായ ശിക്ഷകളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അവസാന വാക്കാണ്. മഹാപഞ്ചായത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ആ മൂപ്പൻ പറയുന്നത് വളരെ വലിയ സ്ട്രോങ് ആയിട്ടും ബാക്കിയുള്ളവർ നടപ്പിലാക്കും. അതിന് ഗുണ്ടയും സംഘവും അടി കൊടുക്കാനും എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മഹാപഞ്ചായത്തുകൾ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വ്യാപകമായിട്ട് അവർ കൂടുകയാണ്. മറ്റൊന്നുമല്ല, ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് വളരെ നോമിനലായി അവരിറങ്ങി വരുമായിരുന്നു. അവിടെ ചെന്ന് കിടന്ന് പാസ്റ്റർമാർ ബഹളമുണ്ടാക്കി, ബജറംഗദൾക്കാർ ബഹളമുണ്ടാക്കി, സകലവരും കൂടെ ബഹളമുണ്ടാക്കി. ഇത് പൂച്ചയ്ക്ക് ആര് മണികെട്ടുമെന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നം ഇരിക്കുന്നതിനിടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇവിടെ നിന്ന് കുറേ സഹാക്കളും എം പിമാരും കോൺഗ്രസ്സുകാരും സകല പേരും കൂടെ അവിടെ ചെന്ന് ബഹളമുണ്ടാക്കി. രാജ്യസഭ എം പി പോകുന്നു, ലോകസഭ എം പി പോകുന്നു, എല്ലാവരും ചെല്ലുന്നു, ജയിലിൽ ചെന്നു, ജയിലറോട് ബഹളമുണ്ടാക്കുന്നു, അവിടുത്തെ സൂപ്രണ്ടിനോട് വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം പിന്നെ ലോകസഭയിൽ അവതരിപ്പിക്കുന്നു, രാജ്യസഭ. ഇങ്ങനെ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയാകുന്നു. ഛത്തീസ്ഗഡിലെ ലോക്കൽ വാർത്താ മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയാകുന്നു. ഇതാ 2 കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിന് 3 പെൺകുട്ടികളെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള വാർത്തകൾ വ്യാപകമായി ഛത്തീസ്ഗഡിൽ പരന്നു. അപ്പോഴാണ് സംഭവിച്ചത്. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ, അവരെ ജാമ്യത്തിൽ കൊണ്ടുപോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ സജ്ജാഹം നടത്തുന്നു എന്ന് പറഞ്ഞുള്ള പ്രചരണം അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിലും മീഡിയകളിലും സോഷ്യൽ ഓൺലൈനുകളിലും അവിടുത്തെ ഇടങ്ങളിലും വന്നപ്പോൾ മഹാപഞ്ചായത്തുകൾ വിളിച്ചുകൂട്ടി ഗ്രാമാതിർത്തികളിൽ ബോർഡ് വെച്ച് തുടങ്ങി ജനങ്ങൾ മതപരിവർത്തനം അനുവദിക്കില്ല, അതിശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന ബോർഡുകൾ വെച്ച് തുടങ്ങി ജാഥകൾ നടത്തുന്നു, മഹാപഞ്ചായത്തിൽ വിളിച്ചു കൂട്ടുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? 10-30% ആളുകൾ ഛത്തീസ്ഗഡിലെ 10-30 എന്ന് പറഞ്ഞാൽ 1 കോടി 1.5 കോടി വരുന്ന ജനമുണ്ട് അവിടെ. അവർ ആദിവാസികളാണ്. അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഭീഷണി, പ്രലോഭിപ്പിച്ചും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞും പണം കൊടുത്തും മദ്യം കൊടുത്തും മറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വ്യാപകമായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രായപൂർത്തിയായവരെയും മതം മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് പോകണമെങ്കിൽ വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ വ്യക്തികളെ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ജോബിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, പേഴ്സണൽ ലായൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഇതാ മഹാപഞ്ചായത്തിൽ കൂടുന്നു എന്നുള്ളതാണ് വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇനി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? വളരെ കർശനമായ നിരീക്ഷണവും പ്രവർത്തന പരിപാടികളുമായിരിക്കും. അപ്പോൾ ഒരു വശത്ത് കന്യാസ്ത്രീകളെ ഇറക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, മറുവശത്ത് ആദിവാസികൾ അവർ യോഗം ചേർന്ന് മഹാപഞ്ചായത്തുകൾ വിളിച്ചുകൂട്ടി. അവർ ഒന്നിച്ചു ചേരുന്ന സമ്മേളനത്തിന് പറയുന്ന പേരാണ് മഹാപഞ്ചായത്ത്. ആ മഹാപഞ്ചായത്തുകൾ വിളിച്ചുകൂട്ടി അവർ തീരുമാനങ്ങളിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും വലിയ സംഘർഷത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഛത്തീസ്ഗഡിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഭൂപേഷ് ബോഗൽ ഉൾപ്പെടെയുള്ള മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുള്ള ഭൂപേഷ് ബോഗൽ ഉൾപ്പെടെയുള്ള ഒരാൾ പോലും, അത് BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, വലതുപക്ഷമാവട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുകയോ കന്യാസ്ത്രീകളെ ഉടനെ മോചിപ്പിക്കണമെന്നോ ഇട്ടിരിക്കുന്നത് മോശമാണെന്ന് പറയുന്നില്ല.
ഈ വിഷയം അവർ കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല, കണ്ടതായിട്ടോ കേട്ടതായിട്ടോ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ പൊള്ളും, കൈ പൊള്ളും. ഇതവിടെ തുടങ്ങി വെച്ചാൽ ഇവിടെ എങ്ങും നിൽക്കില്ല എന്നുള്ളത് അവർക്കറിയാം. വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ്. 2-3 ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികൾ അവർ സ്വയം ക്രിസ്തുമതത്തിലേക്ക് മാറി എന്ന് അവകാശപ്പെടുന്നു. രേഖകൾ പ്രകാരം ഇപ്പോഴും അവർ ഹിന്ദുക്കളാണ്. അവരെ കൊണ്ടുപോകാനുള്ള രേഖകളില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു എന്നുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഛത്തീസ്ഗഡ് നടന്നു പോകുന്നത്. അതിന് നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. എന്തായാലും ഇത് ജാതിയുടെയും 2 മതങ്ങൾ തമ്മിലുള്ള വർഗീയമായ ചേരിതിരിവായി ആളിക്കത്താതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാകട്ടെ, അതിനുവേണ്ടി കൂടിയാകണം മഹാപഞ്ചായത്തുകൾ സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.